കേക്കാടാ. ഗ്ലൂട്ടാമേറ്റ് ആണ് ഗ്ലൂട്ടാമേറ്റ് കുറയ്ക്കുന്ന ഡ്രഗാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓവർ എക്സ്പ്രഷൻ ഓഫ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഒരു 50-60 വയസ്സൊക്കെ ആകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കാണുന്നത്. ഓക്കെ, 50-60 വയസ്സ്, മോർ ദാൻ 50 ഇയേഴ്സ് ഒക്കെയാണ് പറയുന്നത്. കൊച്ചുനാളിലെ കാണും. ഓക്കെ, എന്നാലും ഒരു 50 വയസ്സൊക്കെയാണ് ഇത് സിംറ്റമാറ്റിക് അല്ല, എന്താ പറയുന്നത്, ആ ഏജ് ഗ്രൂപ്പാണ് പറയുന്നത്. നമ്മൾ SMA കൊച്ചുകൂടാറിലാണ് കാണുന്നത്, വേറെ ALS കാണുന്നത് വലിയ ആൾക്കാരിലാണ്. ഓക്കെ, ഈ പുള്ളി ഓർത്താൽ മതി. അപ്പം വീക്ക്നെസ് ഓഫ് എക്സ്ട്രിമിറ്റീസ് ഉണ്ടാവും. കുറെ മന്ത്സ് ടു ഇയേഴ്സ്, ഒരുപാട് വർഷം എടുത്തിട്ടാണ് സിവിയറിറ്റി കൂടുന്നത്. ഗ്രാജുവൽ ഓൺസെറ്റ് വീക്ക്നെസ് ആണ്. നമ്മൾ അക്യൂട്ട് വീക്ക്നെസ്സിനൊരു കോസ്, അക്യൂട്ട് സഡൻ ഓൺസെറ്റ് ഓഫ് വീക്ക്നെസ് ഉണ്ടാവുന്ന ഒരു ഡിസീസ് നമ്മൾ പഠിച്ചായിരുന്നല്ലേ, ഏതാ സഡൻ ഓൺസെറ്റ്? ഗില്ലൻബാരി സിൻഡ്രോം നമ്മൾ പഠിച്ചില്ലേ? ഗില്ലൻബാരി സിൻഡ്രോം പെട്ടെന്നാണ് എല്ലാം സിവിയറിറ്റി കൂടി പെട്ടെന്ന് റെസ്പിറേറ്ററി ഫെയിലിയറിലോട്ട് പോകത്തില്ലേ? ഗില്ലൻബാരി ഭയങ്കര ആദ്യം കാലിൽ നിന്ന് ഭയങ്കര, പിന്നെ പെട്ടെന്ന് കയ്യിലോട്ട് പോയി. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അതിന്റെ കുറെ DD പറയത്തില്ലേ, എന്തൊക്കെയാ? ബോട്യുലിസം, അതേപോലെ പോളിയോമൈലൈറ്റിസ്, പോളിയോയും പറയാം. പിന്നെ ട്രോമാറ്റിക് ന്യൂറാലജിയോ പാരാപ്ലീജിയോ, അപ്പൊ അതൊക്കെയാണ് അക്യൂട്ട് വീക്ക്നെസ്. ഈ കേസിലൊക്കെ കുറെ വർഷങ്ങൾ അല്ലെ മാസങ്ങൾ എടുത്തിട്ടാണ്. ഓക്കെ, ഗ്രാജുവൽ വീക്ക്നെസ് ആണ് ഉണ്ടാവുന്നത്. ഫാമിലി ഹിസ്റ്ററി ഒന്നും കാണത്തില്ല, കാലിലും കയ്യിലുമാണ് പ്രശ്നം. ഓക്കെ, അപ്പം ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ ഒന്നുമില്ല. ചിലപ്പോൾ കൂടുതൽ കേസിൽ ആദ്യം LMN ആയിരിക്കും ആദ്യം വരുന്നത്, എന്നിട്ട് UMN വരത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, രണ്ടുകൂടെ വരുന്നതാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പം ക്ലിനിക്കൽ ഫീച്ചർ പറയുവാണെങ്കിൽ LMNന്റെ ഫീച്ചേഴ്സ് എഴുതി വെക്കുക, UMNന്റെ ഫീച്ചേഴ്സ് എഴുതി വെക്കുക. അത് രണ്ടും എനിക്ക് വലിയ പിടിയില്ല, അതുകൊണ്ട് ഞാൻ ആ കേസിലോട്ട് വിടുക. അപ്പൊ മോട്ടോർ ന്യൂറോ, അത് ഇതാ ജനറ്റിക് ആണ്. ഹെക്സാ ന്യൂക്ലിയേറ്റഡ് റിപ്പീറ്റ് കാരണമായിട്ട് ഉണ്ടാവുന്ന പറയുന്നുണ്ട്. ഓവർ എക്സ്പ്രഷൻ ഓഫ് ഗ്ലൂട്ടാമേറ്റ്, ഹെക്സാ ന്യൂക്ലിയേറ്റഡ് റിപ്പീറ്റ്. പിന്നെ കുറെ ജീന്റെ പേരൊക്കെ ടെസ്റ്റ് കിടപ്പുണ്ട്, അതൊന്നും പഠിക്കുന്ന സമയത്ത് ക്രേനിയൽ നെർവിനെ അഫക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ക്രേനിയൽ നെർവ്. അപ്പൊ ബൾബാർ പാൽസി ഒക്കെ ഉണ്ടാവാം. ഓക്കെ, നമ്മുടെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ബൾബാർ പാൽസി ഒക്കെ ഉണ്ടായ. ഇതിനകത്ത് ഡയഗ്നോസിസ് എന്ന് പറയുന്നില്ല, ട്രീറ്റ്മെന്റ് ഞാൻ പറയാം. ട്രീറ്റ്മെന്റ് റിലുസോൾ എന്ന് പറയുന്ന ഡ്രഗ് ഓക്കെ കൊടുക്കുന്നുണ്ട്. റിലുസോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂട്ടാമേറ്റ് കുറയ്ക്കുമെന്ന് പറഞ്ഞില്ലേ. ഇനി ഒരു സംഭവം വെച്ചാൽ നമുക്ക് റമീസാറിന്റെ PPT ഒന്ന് ഓട്ടിച്ചിട്ട് വായിക്കാം. പറഞ്ഞ കാര്യം തന്നെ. ഓക്കെ, റമീസാറിന്റെ അല്ല, ഹുസൈൻ സാറിന്റെ. ഓക്കെ, അപ്പം കാണാവോ? ഓക്കെ, മയോപ്പതി അല്ല, കുറെ കോസ് പറയുന്നുണ്ട് മയോപ്പതിക്ക്. മസ്കുലർ ഡിസ്ട്രോഫി ഒരു കോസാണ് ഞാൻ പറഞ്ഞു. ഇൻഹെറിറ്റഡ് കോസ്, ഇൻഹെറിറ്റഡ് ഞാൻ പറഞ്ഞില്ലേ, പോംപീസ് ഡിസീസും പിന്നെ മൈറ്റോകോൺഡ്രിയലിനകത്ത് നമ്മൾ ഏതാ പഠിച്ചേ? മേലാസ്. ഒരുപാടുണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ പഠിക്കാൻ എളുപ്പമുണ്ടാണ് മേലാസ് എന്ന് പറഞ്ഞത്. പിന്നെ ചാനലോപ്പതി ഞാൻ പറഞ്ഞു, കുറെ മസിൽസിനകത്ത് കുറെ ചാനൽസ് ഉണ്ട്. ചാനൽസിനുണ്ടായ പ്രശ്നം ഉണ്ടായ മയോപ്പതി ഉണ്ടാവാം. പിന്നെ അക്വേർഡ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുറെ കോസ് കാരണം ഉണ്ടാവും, ഡ്രഗ്സ് കാരണം, പാരാന്യൂപ്ലാസ്റ്റി, അങ്ങനെ കുറെ കാരണം ഉണ്ടാവാം. പിന്നെ ഇതൊന്നും വേണ്ട. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു. മോസ്റ്റ് മയോപ്പതി പ്രസന്റ് വിത്ത് ഏത് മസിലാ, ഏത് വീക്ക്നെസ് ഉണ്ടാവുന്നത്? ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു റിഫ്ലക്സിനൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല മയോപ്പതി ആയതുകൊണ്ട്. സെൻസേഷന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഓക്കെ, പിന്നെ മസിൽ വീക്ക്നെസ്സിനായിട്ട് വരുവാണെങ്കിൽ കുറെ കോസ് ഉണ്ട്. ഓക്കെ, ഇന്റർമീഡിയറ്റ് വീക്ക്നെസ് ഉണ്ടാവും, അങ്ങനെ കുറെ കോസ് പഠിക്കുന്നുണ്ട്. പിന്നെ കുറെ കോസ്, മയോട്ടോണിക് ഡിസ്ട്രോഫി, ഗോവർസൈൻ അറിയാലോ, എന്തോ ഗ്രോവർസൈൻ, സ്പെല്ലിംഗ് തെറ്റാണ്. ഗോവർസൈൻ. പിന്നെ ഗേറ്റ് ഞാൻ പറഞ്ഞു, ലോഡ് ഓഫ് പോസ്റ്റർ ആയിരിക്കും, എക്സാഗ്രേറ്റഡ് ബൈ ടോ വാക്കിംഗ്, വാഡ്ലിംഗ് ഗേറ്റ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ മോട്ടോർ ന്യൂറോൺ ഡിസീസ്, മയോട്ടോണിയ, മസിൽ എൻലാർജ്മെന്റ് ആൻഡ് അട്രോഫി, മസ്കുലർ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞു. മസിൽസിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ക്രിയാറ്റിൻ കൈനേസും മസിൽ ബയോപ്സിയും പിന്നെ ജനറ്റിക് ടെസ്റ്റിംഗ്. പിന്നെ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇലക്ട്രോമയോഗ്രഫിയും ചെയ്യാം. ഓക്കെ, പിന്നെ മസിൽ എൻസൈംസിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ജനറ്റിക് ടെസ്റ്റിംഗ്. പിന്നെ മസ്കുലർ ഡിസ്ട്രോഫി, ഇന്നലെ പഠിച്ച മയോട്ടോണിക് ഡിസ്ട്രോഫി. ഓക്കെ,
പിന്നെ ഡുഷിൻ മസ്കുലർ ഡിസ്ട്രോഫി. ഓക്കെ, അപ്പം ഇറ്റ്സ് ഓൾസോ കോൾഡ് സ്യൂഡോ ഹൈപ്പർട്രോഫി മസ്കുലർ ഡിസ്ട്രോഫി. ഞാൻ പറഞ്ഞല്ലോ മറ്റേ സ്യൂഡോ ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നതാണ്. ഏത് ലിങ്ക് ഏത് ഇൻഹെറിറ്റൻസ് ആണെന്ന് പറഞ്ഞത്? എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഡിസ്ട്രോഫിൻ ജീനിന്റെ ഡിസ്ട്രോഫിൻ ഈസ് ഡെഫിഷ്യൻസി. ഏജ് ഓഫ് ഓൺസെറ്റ് ആബ്സെന്റ് ആണ്. 5 വയസ്സിൽ താഴെ ആയിരിക്കും. പ്രോക്സിമൽ ലിംബ് ഗേർഡിൽസിനാണ് എഫക്ട് ചെയ്യുന്നത്. കാർഡിയോമയോപ്പതിയും റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകും. ഇതാണ് ഗോവേഴ്സ് മാനുവർ. കുട്ടി ഇണീക്കുന്നുണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ. ഓക്കെ, പിന്നെ അത് പറഞ്ഞിട്ട് പൾമണറി ഫങ്ഷൻസ് ഒക്കെ പ്രശ്നം ഉണ്ടാവും. സ്കോളിയോസിസും ഒക്കെ ഉണ്ടാവും. ഓക്കെ, 16 മുതൽ 18 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി സിവിയർ ന്യൂമോണിയ ഒക്കെ അടിച്ച് മരിക്കും. ഓക്കെ, CK ലെവൽ കൂടി നിൽക്കും. മസിൽ ബയോപ്സി നെക്രോസിസ് കാണിക്കും. റീപ്ലേസ് ചെയ്തിട്ട് ഫാറ്റ് ടിഷ്യൂ കാണിക്കും മസിൽ ബയോപ്സി. ഓക്കെ, ഡെഫിനറ്റീവ് ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്? DMD-യുടെ ഹലോ CKMB ആണ് ഡയഗ്നോസിസ്. അത് സ്ക്രീനിങ് ഡിസ്ട്രോഫി. ഹലോ, ഓക്കെ. പിന്നെ ട്രീറ്റ്മെന്റ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡും ജീൻ സ്റ്റഡി ആണ് മെയിൻ ആയിട്ട്. ഡിസ്ട്രോഫിൻ ഡെഫിഷ്യൻസി ആണല്ലോ പ്രശ്നം. ജനറ്റിക് സ്റ്റഡി ആണ് ഡയഗ്നോസിസ്. പിന്നെ ബെക്കേഴ്സ് ഞാൻ പറഞ്ഞോണ്ട ഡിഫറൻസ് എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് അല്ലെ ഏർലി അഡൽട്ടിലാണ്. മറ്റേ കൊച്ചു കുട്ടികല്ലേ വരുന്നത്. ഇതൊരു ഏർലി അഡൽട്ടിലാണ് വരുന്നത്. മറ്റേ സെയിം തന്നെ എക്സ് ലിങ്ക്ഡ് ആണ്. ഡിസ്ട്രോഫിൻ ജീൻ ആണ് പ്രശ്നം. ഓക്കെ, ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. പിന്നെ കുറെ ഡിസ്ട്രോഫിൻ പറയുന്നുണ്ട്. അപ്പം ഇനി ലാസ്റ്റ് ടോപ്പിക് സംഭവം കഴിഞ്ഞ പണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഒരു സംഭവം ഇട്ടായിരുന്നു. ഒരു അസുഖം, ഒരു 20th ജൂലൈ 2020. എല്ലാവരും ഉണ്ടോന്ന് ഓർമ്മയില്ല അപ്പൊ ആ ഗ്രൂപ്പിൽ. അപ്പൊ ശ്വാസകോശം ചുരുങ്ങുന്നു, ഒപ്പം അമിതവണ്ണവും അത്യപൂർവ രോഗവുമായി 17 ദുരിതത്തിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മലയാളത്തിലാണ് ആ കുട്ടി കിടക്കുന്നുണ്ടോ? ഹലോ, ആ കുട്ടി ഇതായിട്ട് വന്നിട്ട് ഡോറ് തുറന്ന് നടക്കുക. ആ കുട്ടിയെ കണ്ടോ? ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തേക്കുക. അത് ഞാൻ പിന്നെ ഇട്ടേക്കാം. അപ്പൊ അതെന്തോ അസുഖം എന്ന് ചോദിച്ചപ്പോ നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പൊ പലരും പല ഡയഗ്നോസ് ഒക്കെ പറഞ്ഞ അവസാനം അമാനയുടെ ഏതൊരു റിലേറ്റീവ്, അമാനുണ്ട് ഇതിനകത്ത്? ഹലോ ഹലോ കാണാമോ? അപ്പൊ അമ്മാനയുടെ ഒരു MPT എന്ന് വെച്ചാൽ മറ്റേ ഫിസിയോതെറാപ്പി അല്ലേ? ഓക്കെ, ഫിസിയോതെറാപ്പി ചെയ്യുന്ന പുള്ളി അവര് ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞായിരുന്നു. ദിസ് ഈസ് ഈ ഏർലി ഡയഗ്നോസ് ആണ്, മസ്കുലർ ഡിസ്ട്രോഫി ആണ്. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര കോമൺ ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. ഏർലി ബോയ് ചൈൽഡിലാണ് വരുന്നത്. നോ ക്യൂർ ഫോർ ദ ഡിസീസ്. ഞാൻ പറഞ്ഞല്ലോ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ജീൻ മ്യൂട്ടേഷൻ ആണ്. യൂഷ്വലി ഡൈ അറ്റ് ദ ഏജ് ഓഫ് 16 to 18. ഈ കാണിക്കാൻ കാരണം അന്ന് ഈ ഗ്രൂപ്പിൽ എല്ലാവരും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. വിളിച്ച് പറഞ്ഞു. പിന്നെ യെസ് ദർ ഇസ് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും. ബട്ട് ദ ബോയ്സ് കാൾഡ് സ്യൂഡോ മസ്കുലർ ഹൈപ്പർട്രോഫി. ഞാൻ പറഞ്ഞല്ലോ സ്യൂഡോ മസിൽസ് ആണ്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ ബിൽഡപ്പ് ഇൻ ദ മസിൽ, കാഫ് മസിൽസിലാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ഗോവർ സൈൻ്റെ കാര്യം പറഞ്ഞു. അത് ഇജാസ് പറഞ്ഞു. ഇജാസ് പൊളിയാണ്. പിന്നെ നമ്മള് ഇറ്റ്സ് യൂഷ്വലി മസിൽ ബയോപ്സി ദേ ഡു ഒരു ജനറ്റിക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്രിയാറ്റിൻ കൈനസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ CK ക്രിയാറ്റിൻ കൈനസ് വോണ്ട് കൺഫേം ദ ഡിസീസ്. ഇവരുടെ മൂത്തും കുഞ്ഞുമാരുണ്ടായിരുന്നു. അപ്പൊ അവര് കാനഡയിലാണ് കണ്ടത്. അപ്പൊ അവര് ഇവിടെ മുന്നേ വർക്ക് ചെയ്തപ്പം കുറെ കേസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞതാ. CK വോണ്ട് കൺഫേം ദ ഡിസീസ്. കൺഫർമേഷൻ എന്തുവാ? അപ്പൊ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇവര് ചെന്നൈയിലോട്ട് ബ്ലഡ് സാമ്പിൾ അയച്ചെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്തിനാന്ന് അറിയാൻ വേണ്ടി ഇവർ കുഞ്ഞുമാട് ചോദിച്ചു. അപ്പോൾ ബ്ലഡ് സാമ്പിൾ ക്യാൻ ബി എക്സാമിൻ ഫോർ ദ മ്യൂട്ടേഷൻ. ഉണ്ടോ ആ ഡിസ്ട്രോഫിയുടെ ജീൻ മ്യൂട്ടേഷന് വേണ്ടിയാണ് നോക്കിയത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ. ഗുഡ് നൈറ്റ്. താങ്ക് യു.